വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന അധ്യക്ഷത വഹിക്കുന്ന അഭ്യർത്ഥനായ ശ്രീ എച്ച് വെങ്കടേഷ് IPS അവർക്ക്, നിങ്ങൾക്കും എനിക്കും ഒരുപോലെ പ്രിയങ്കരനായ ജനറൽ മാനേജർ ശ്രീ സഹീദ്, എൻ്റെ മുന്നിൽ കേരളീയ വേഷത്തിലും അല്ലാതെയും ഇരിക്കുന്ന ഈ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വമുള്ള അതിൻ്റെ സാരഥികളെ, പ്രവർത്തകരെ, മലയാള ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മുടെ കൂടിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ സന്തോഷപൂർണമായ ഒരു ദിവസം കൂടിയാണ്. കഴിഞ്ഞ ഏതാണ്ട് 5-6 വർഷങ്ങളായി, 5 വർഷം ആരോഗ്യ വകുപ്പിൽ തന്നെ അഡീഷണൽ സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിയായും ജോലി ചെയ്ത കാലഘട്ടത്തിൽ എങ്ങനെയോ മലയാള ഭാഷയുടെ നോഡൽ ഓഫീസറാകാനുള്ള ഒരു അസുലഭമായ അവസരം കൈവരികയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള സഹകരണവും സ്നേഹവും ഒരു ഭാഷാ വികാരവും പ്രവർത്തകർക്കിടയിൽ ഉണ്ടാവുകയും കേരളമൊട്ടാകെ ഒരുപാട് ചർച്ചാ സമ്മേളനങ്ങളും സെമിനാറുകളും മേഖലാ യോഗങ്ങളും എല്ലാം സംഘടിപ്പിക്കാൻ കഴിയുകയും അതിൽ ഭൂരിപക്ഷം യോഗങ്ങളിലും ഞാൻ തന്നെ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യാനുള്ള അത്യപൂർവമായ അസുലഭമായ ഒരു സന്ദർഭം ഉണ്ടായി. അതൊരാവേശമായി ജീവനക്കാർക്കിടയിൽ മാറി. അവിടെ മാത്രമല്ല, അതൊരു മാതൃകയായി മാറുകയും മറ്റു വകുപ്പുകൾ കൂടി ഞങ്ങളെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ഒരു ഭാഷാ സ്നേഹ സമൂഹിതമായ ഒരവസ്ഥ ഉണ്ടായി. അപ്പൊ അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് നമ്മുടെ സർക്കാർ ആദ്യമായി ക്ലാസ് റൂം ഓഫീസേഴ്സിന് വേണ്ടി ആദ്യമായി ഏർപ്പെടുത്തിയ ഭരണഭാഷാ സേവന പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തത്. ആ പുരസ്കാരം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയിൽ നിന്ന് കൈപ്പറ്റിയിട്ട് സ്വീകരിച്ചിട്ട് അതിൻ്റെ ഹർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞത് മറ്റൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഭാഷ എന്ന് പറയുന്നത്, മാതൃഭാഷ എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മളുടെ രക്തധമനികളിൽ അലിഞ്ഞു ചേർന്നൊഴുകിപ്പോകുന്ന ഒരു ആവേശമാണ്. മാതൃഭാഷ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയല്ല, ഒരാഴ്ചയുടെയോ ഓർമ്മയല്ല, അത് ഒരു ദിനത്തിൻ്റെയോ ഒരു ആഘോഷത്തിൻ്റെയോ ഭാഗമല്ല. അത് നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ ഉച്ഛ്വസിക്കുന്ന ആ നിമിഷങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഒരു സന്തുലിതാവസ്ഥയിൽ കടന്നു പോകുന്ന ഏതോ ഒരു അദമ്യമായ, അനിർവചനീയമായ, നമുക്ക് വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താനാകാത്ത വിധത്തിലുള്ള ഒരംശമാണ്. എന്താണ് മാതൃഭാഷ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ ആദ്യമായി ഉച്ചരിച്ചത് ഭാഷയാണത്. നമ്മൾ കൊഞ്ചി പറഞ്ഞ ഭാഷയാണത്. അമ്മ ലാളിച്ച ഭാഷയാണത്. അച്ഛൻ ശാസിച്ച ഭാഷയാണത്. ആചാര്യന്മാരും അധ്യാപകരും അറിവിൻ്റെ നിറച്ചതും ഈ ഭാഷയാണ്. നമ്മൾ ആദ്യം പ്രണയിച്ചത് മാതൃഭാഷയിലൂടെയാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ അറിയിച്ചത് മാതൃഭാഷയിലൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഷ, ആ ഭാഷ ഭരണത്തിന്റെ ഭാഷയാകണം എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം നമ്മുടെ മനസ്സുമായി, ജീവിതവുമായി, ശക്തികളുമായി യോജിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മാതൃഭാഷ ഭരണഭാഷ എന്നാണ് മുദ്രാവാക്യം. ചിലയിടത്ത് ഭരണഭാഷ മാതൃഭാഷ എന്ന് പറയുന്നുണ്ട്. ഭരണഭാഷ മാതൃഭാഷയാവുകയല്ല, മാതൃഭാഷ ഭരണഭാഷയായി മാറുകയാണ്. അപ്പോൾ ഈ മാതൃഭാഷയും ഭരണഭാഷയും ഒരുമിച്ച് വളരുകയാണ്, ഒരുമിച്ച് നീങ്ങുകയാണ്. വയലാറിന്റെ അതിമനോഹരമായ ഒരു കവിതയുണ്ട്. അത് ഈ നാടിന്റെ വശ്യമനോഹാരിതയെ കുറിച്ചാണ്.
താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ. എത്ര സുന്ദരമായ, ഹൃദ്യമായ, സുതാര്യമായ, മധുരിമ നിറഞ്ഞ കൽപ്പനയാണ്. താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ. അതാണ് നമ്മളുടെ കേരളത്തിന്റെ മറ്റെങ്ങും കാണാനാകാത്ത, മറ്റെങ്ങും നമുക്ക് ദർശിക്കാനാവാത്ത മധുരോദാരമായ ഒരു പ്രകൃതി ലാവണ്യം. താമരപ്പൂക്കളോടൊത്ത് താമസിക്കാൻ കഴിയുന്നത്, താമരപ്പൂക്കളോടൊത്ത് നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നത്, പ്രകൃതിയുടെ അനവധ്യസുന്ദരമായ അംശങ്ങളെല്ലാം നമുക്ക് മാത്രമായി സ്വന്തമായി ലഭിച്ചിരിക്കുന്നത്. കേരളത്തെ കുറിച്ച് ഒരു കഥ തന്നെയുണ്ട്, കേരളം ഉണ്ടായതിനെ കുറിച്ച്. അപ്പോൾ ദൈവം ഇങ്ങനെ സൃഷ്ടിക്കുകയാണ്. ദൈവം കാശ്മീർ സൃഷ്ടിച്ചു, കാശ്മീരിനെ മാറ്റി. അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്ത പ്രദേശങ്ങൾ, ഉത്തരാഖണ്ഡ് പോലുള്ള സ്ഥലങ്ങൾ സൃഷ്ടിച്ചു വരുമ്പോൾ ഈ സൃഷ്ടിച്ച സ്ഥലങ്ങളെല്ലാം കൂടെ എഴുന്നേറ്റ് അടുത്ത സൃഷ്ടി നോക്കി നിൽക്കുകയാണ്. കഥയാണ്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് രാജസ്ഥാൻ വരുന്നുണ്ട്. മരുഭൂമിയാണ്, മണൽക്കാറ്റാണ്. രാജസ്ഥാൻ കഴിഞ്ഞ് ഗുജറാത്ത് വരുന്നുണ്ട്, ഉത്തർപ്രദേശ് വരുന്നുണ്ട്, ഹരിയാന വരുന്നുണ്ട്, ബീഹാർ വരുന്നുണ്ട്, മേഘാലയ വരുന്നുണ്ട്, ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്. അങ്ങനെ വന്ന് 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 അവസാനം എല്ലാ സംസ്ഥാനങ്ങളും കൂടി ചുറ്റും, ദൈവത്തിന്റെ ചുറ്റും ആ സൃഷ്ടിയുടെ ഏറ്റവും ദീപ്തമായ നിമിഷത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവം കേരളം നിർമ്മിക്കുകയാണ്. കേരളം നിർമ്മിക്കുമ്പോൾ മലകൾ സൃഷ്ടിക്കുന്നു, അരുവികൾ സൃഷ്ടിക്കുന്നു, പുഴകൾ സൃഷ്ടിക്കുന്നു, സസ്യജാലങ്ങൾ സൃഷ്ടിക്കുന്നു. മലരണി കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും പിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാ ലസൽ ഗ്രാമഭംഗി എന്ന് പറഞ്ഞില്ലേ ചെങ്ങമ്പുഴ രമൺ എന്ന് പറയുന്ന തന്റെ വിഖ്യാതമായ നാടകീയ കാവ്യത്തിന്റെ തുടക്കത്തിൽ ആ മലരണി കാടുകൾ സൃഷ്ടിക്കുകയാണ്. അതിന്റെ മരതക ഭംഗികൾ വാർത്തെടുക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെ നദികളും പുഴകളും പ്രകൃതിയുടെ ലാവണ്യ ഭാണ്ഡങ്ങളെല്ലാം അദ്ദേഹം സൃഷ്ടിക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങൾ ചുറ്റും നിന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത് കുറെ കടുപ്പം തന്നെ. ഞങ്ങളുടെ രാജസ്ഥാനിൽ വെറും മണൽ, ചിലർക്ക് വെറും കാട്, ചമ്പൽക്കാടുകളുള്ള സ്ഥലം, വീട്ടുകളുള്ള സ്ഥലം. ഇങ്ങനെയൊക്കെ നിർമ്മിച്ചിട്ട് ദൈവം എന്താണ് കാണിക്കുന്നത്? നോക്കണം, എത്ര ഉദാരമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വല്ലാർ പറഞ്ഞത്, താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിലെന്ന്. ഞാൻ പറയാൻ വന്നത് അടുത്ത വിധിയെ കുറിച്ചാണ്. ഒന്നിച്ചു ഞങ്ങൾ ഉറങ്ങും. ഇത് സിനിമാകാരമായി മാറിയിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുമായിരിക്കും. ഒന്നിച്ചു ഞങ്ങൾ ഉറങ്ങും, ഉറങ്ങിയാൽ ഒന്നേ ഞങ്ങൾക്ക് മോഹം, ഒന്നേ മിഴികളിൽ മോഹം. ഒന്നിച്ചു ഞങ്ങൾ ഉണരും, ഉണർന്നാൽ ഒന്നേ മനസ്സിന്റെ ദാഹം. ഈ മിഴികളിലെ മോഹവും മനസ്സിന്റെ ദാഹവും ഒന്നായിത്തീരുന്ന എന്റെയും താമരപ്പൂക്കളുടെയും മിഴികളുടെയും മനസ്സിന്റെയും ദാഹമോഹങ്ങൾ ഒന്നായിത്തീരുന്ന ആ സമന്വയമുണ്ടല്ലോ, ആ സമന്വയമാണ് ഞാൻ പറിച്ചെടുത്ത് ഭരണഭാഷയിലും മാതൃഭാഷയിലും സന്നിവേശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നിച്ചു വളരണം, ഒന്നിച്ചു മോഹങ്ങൾ നെയ്യണം. ഒരു ഭാഷ വളരുന്നത് കൊണ്ടും കൊടുത്തുമാണ്. നിങ്ങളിവിടെ മലയാളത്തിൽ ആണല്ലോ എഴുത്ത് ബുദ്ധ അല്ലേ, മലയാളത്തിലാണ്. മലയാളത്തിൽ എഴുതുമ്പോൾ ഞാൻ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ കേരളം ഒട്ടാൻ പോയിട്ടുള്ളത് അറിയാം. എന്റെ പ്രസംഗത്തിനിടയിൽ തന്നെ എഴുന്നേറ്റ് ചോദിച്ചിട്ടുണ്ട്, അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചിട്ടുണ്ട്, സാർ ചില ഇംഗ്ലീഷ് വാക്കുകൾക്ക് മലയാളം കിട്ടാത്തവർ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് വാക്കുകൾക്ക് നിങ്ങൾക്കും അങ്ങനെയുള്ള പ്രശ്നമില്ലേ? ഇംഗ്ലീഷ് വാക്കുകൾക്ക് മലയാളം കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യണം? മലയാളം വാക്ക് തന്നെ കണ്ടുപിടിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത്രയും ഉപദേശമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ കിട്ടാതെ വന്നാൽ ആ ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉപയോഗിക്കണം. ഭാഷ വളരുന്നത് കൊണ്ടും കൊടുത്തുമാണ്. ആ ദാന പ്രധാന പ്രക്രിയയിലൂടെയാണ് ഭാഷ വളരുന്നത്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മെഡിക്കൽ കോളേജിന് നിങ്ങൾ എന്ത് മലയാളം പറയാം? മെഡിക്കൽ കോളേജിൽ നമ്മൾ ആരെങ്കിലും മലയാളം പറഞ്ഞിട്ടുണ്ട്? മെഡിക്കൽ കോളേജിന് വൈദ്യശാസ്ത്ര കലാശാല എന്നോ മറ്റോ മലയാളത്തിൽ പറയേണ്ടതായിട്ട് നമ്മുടെ അച്ഛനെ, നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ അമ്മായിയപ്പനെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മായിയപ്പൻ എങ്ങനെയിരിക്കുന്നു, അദ്ദേഹം ഇപ്പോ വൈദ്യശാസ്ത്ര കലാശാലയിൽ ആണ്? ഏത് ഇയറെന്ന് ചോദിച്ചോളൂ, മറ്റേ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അന്വേഷിക്കുകയായിരുന്നു,
ഈ ബിവറേജസിന്റെ മലയാളം എന്താണ് അറിയാം? ബിവറേജസ് നമ്മൾ പറയുന്നത് ബിവറേജസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു ലഹരിയാണ്. ബിവറേജസിന്റെ മലയാളം പാനീയം എന്നാണ്. പാനീയ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ജോലി ചെയ്യാൻ തോന്നുന്നു. ബിവറേജസ് എന്ന് മലയാളത്തിൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പല വാക്കുകൾക്കും അങ്ങനെയാണ്. എപ്പോഴും ഞാൻ പറയുന്ന എന്റെ എല്ലാ പ്രഭാഷണങ്ങളിലും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ട്രിപ്പ് കൊടുത്തു എന്ന് പറയില്ലേ? ആശുപത്രി കൊണ്ടുപോയി ട്രിപ്പ് കൊടുത്തു എന്നല്ലേ പറയുന്നത്. ട്രിപ്പ് കൊടുത്തു എന്നല്ല, രോഗി തന്നെ ട്രിപ്പ് ആവശ്യപ്പെടാറുണ്ട്. ട്രിപ്പ് ഇടാൻ പറയുന്നത് ട്രിപ്പിന്റെ മലയാളം എന്താണ്? ജലസേചനം. ഡോക്ടർ പറയുകയാണ് ഇയാളെ ആദ്യം നമുക്ക് ജലസേചനം ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ ആശുപത്രി എപ്പോൾ തകർന്നു വീണു എന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ ഭാഷ എന്ന് പറയുന്നത് ഒരുപാട് ഹിന്ദി വാക്കുകൾ, പേർഷ്യൻ വാക്കുകൾ അല്ലെ, അങ്ങനെ മനോഹരമായ പദങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് മലയാളം വളരുകയാണ്. സംസ്കൃതവും തമിഴുമെല്ലാം മലയാളത്തിന്റെ പൂർവ്വ ഭാഷകളാണ്. ഞാനൊരു ആധികാരികമായ പ്രഭാഷണം ഇപ്പോൾ നടത്തുന്നില്ല. കാരണം ബിവറേജസ് കോർപ്പറേഷനാണ്, പാനീയ കോർപ്പറേഷനാണ്, ഒക്കെ ശരിയാണെങ്കിലും ഈ സമയം അത്ര നന്നല്ല. ഉച്ച സമയത്ത് അങ്ങനെ കടുകട്ടിയായ വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ ലളിതമായി മലയാള ഭാഷയെക്കുറിച്ചും അതിന്റെ വ്യാകരണ ഭംഗികളെ കുറിച്ചും പറഞ്ഞു പോവുകയാണ്. മലയാളത്തിൽ നമ്മൾ സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നു എന്നാണ് എല്ലാവരും പറയുക. സത്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ മലയാളം പറയുമ്പോൾ നമ്മൾ കേട്ട് പരിചയിച്ചു പോകുന്ന ഇംഗ്ലീഷ് വാക്കുകൾ കൂടി അതിന്റെ ഭാഗമായി വരുന്നത് മാത്രം. പക്ഷെ ചിലരുണ്ട് ഇംഗ്ലീഷ് തന്നെ ഉപയോഗിച്ചാലേ ഒരു സുഖമുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇംഗ്ലീഷിനെ കുറിച്ച്, അത്തരം ആളുകളെ കുറിച്ചും അത്തരം ഭാഷാ പ്രയോഗങ്ങളെ കുറിച്ചും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയിരുന്നു കഷണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാൻ മലയാളമാണ് ഉപയോഗിച്ചത്. കഷണം ഇംഗ്ലീഷ്. കഷണം ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ബേസിക്കലി അയാളൊരു പന്നനാണ്. ആരാ? അളിയൻ. ബേസിക്കലി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൾക്കെങ്കിലും എന്നോടൊന്ന് പറയാൻ പറയും. അവൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് പറയാൻ. അപ്പൊ ഇങ്ങനെ വല്ല കാര്യമുണ്ടോ മലയാളത്തിന്റെ കൂടെ ഒരിക്കലും ചേരാത്ത ഇംഗ്ലീഷ് പദങ്ങൾ ചേർക്കാതെ മലയാളത്തിന്റെ മധുരതരമായ ആത്മസത്തെ ആവിഷ്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം മലയാളം പോലെ ഭംഗിയുള്ളൊരു ഭാഷ വരികയില്ല. നമ്മുടെ എല്ലാ ആത്മബന്ധങ്ങളും ആരംഭിക്കുന്നത് ആദ്യാക്ഷരത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ആത്മബന്ധങ്ങളും, ഹൃദയബന്ധങ്ങളും, രക്തബന്ധങ്ങളും ആരംഭിക്കുന്നത് ആദ്യത്തെ അക്ഷരത്തിലാണ്. ആ എന്ന് പറയുന്ന അക്ഷരത്തിൽ. അമ്മ, അച്ഛൻ, ആചാര്യൻ, അമ്മാവൻ, അമ്മാവിയപ്പൻ, അനുജൻ, അനുജത്തി, അനന്തരവൻ, അയൽക്കാരൻ, എല്ലാം ആ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു ഭാഷ. മനോഹരമായ ഭാഷ, ഏറ്റവും അധികം അക്ഷരങ്ങളുള്ള ഭാഷ. ഏറ്റവും അധികം അക്ഷരങ്ങൾ ഇങ്ങനെ അല്ലാതെ ഏതെങ്കിലും വാക്കുണ്ടോ? ഏറ്റവും അധികം അക്ഷരങ്ങൾ ഉള്ള ഭാഷ മലയാളമാണ്. തനിയല്ല, എത്ര അക്ഷരമാണെന്ന് ഇപ്പോഴും തീർച്ചപ്പെടുത്തിയിട്ടുമില്ല. 51 അക്ഷരാണി എന്നൊരിടത്ത് പറയുമ്പോൾ, 56 എന്ന് മറ്റൊരിടത്ത് പറയുമ്പോൾ, ലിപി പരിഷ്കരിച്ച് 54 എത്തിച്ചപ്പോൾ, ചിലതെല്ലാം പരിഷ്കരിക്കപ്പെട്ട് എഡിറ്റ് ചെയ്യപ്പെട്ട് 49 എത്തിയിട്ട് ഇപ്പൊ വീണ്ടും 54 എത്തിയെന്നാണ് ഒരു ഭാഷാ പണ്ഡിതൻ ഇന്നലെ അറിയിച്ചത്. എന്ന് പറഞ്ഞാൽ നമുക്കുള്ള അത്രയും അക്ഷരങ്ങൾ മറ്റൊരു ഭാഷയിലുമില്ല. ഹിന്ദി, ഞാൻ ചോദിക്കട്ടെ, ഹിന്ദി കാരൂരിലാണ്ടപ്പോൾ ഹിന്ദിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അറിയുമോ? ചായ വേണോ എന്ന് ചോദിച്ചാൽ മലയാളം, ചായ വേണോ ഹേ എന്ന് ചോദിച്ചാൽ ഹിന്ദി. തലയിൽ വടിയുമായി നിൽക്കുന്ന ഭാഷ, അക്ഷരങ്ങളെല്ലാം കമ്പിയും തൂങ്ങി നിൽക്കുന്ന ഭാഷ ഹിന്ദി. ഹിന്ദി ഞാൻ ചോദിക്കട്ടെ, ഹിന്ദിയിൽ ഴായുണ്ടോ? ഹിന്ദി ഴായില്ല. മലയാളത്തിൽ ഴായ ഉണ്ടെന്ന് മാത്രമല്ല, സന്ധ്യയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഴായാണ്. അപ്പോ ഏറ്റവും അധികം പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരു ഭാഷയുടെ സന്തതികളാണ് നമ്മൾ. ആവേശം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ബൈബിൾ എഴുതുന്ന സമയത്ത് വളരെ ലളിതമായി എന്നാൽ ആശയ പ്രകാശന ശേഷിയോടെ ഫയലുകൾ എഴുതേണ്ടത്. നമുക്ക് നല്ല വാക്കുകൾ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ കടുകട്ടിയായ വാക്കുകൾ ഉപയോഗിക്കേണ്ടതില്ല. ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട്, നമ്മുടെ ഒരു സാഹിത്യകാരൻ, പഴയകാല സാഹിത്യകാരൻ
അദ്ദേഹത്തിന് ഷുഗർ വന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ്. ഷുഗർ വന്നിട്ട് കണ്ണിന്റെ കാഴ്ച പോകും, കുറെ കഴിയുമ്പോൾ അതിന് സംഭവിക്കും. അപ്പൊ അതൊരു ബോക്സ് ന്യൂസ് ആയിട്ട് വന്നത് ഒരു മലയാളത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് തോന്നുന്നു, മലയാളം എംഎക്കാരനായിരിക്കണം. എഴുതി അദ്ദേഹത്തിന് പ്രമേഹം മൂർച്ഛിച്ചിട്ട് അദ്ദേഹത്തിന്റെ മിഴികൾക്ക് ശൈഥില്യം സംഭവിച്ചു. രാവിലെ പത്രം എടുത്ത് വായിക്കുന്നു, അതല്ലേ പ്രഭാതത്തിൽ പ്രസാദം പോലെ വാർത്തകൾ വായിക്കുമ്പോൾ ഒരാളുടെ കണ്ണിന് പ്രമേഹം വന്നിട്ട് ശൈഥില്യം സംഭവിച്ചു എന്ന് പറയുമ്പോൾ പ്രമേഹമുള്ളവരുടെ എല്ലാം കണ്ണ് അടച്ച് തുറന്നു നോക്കും. അപ്പൊ അത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സ്പഷ്ടമായിരിക്കുകയും അത് ആശയം പ്രദാനം ചെയ്യുന്ന വിധത്തിലായിരിക്കുകയും വേണം. ഈ വിധത്തിൽ മലയാളം നിങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മലയാളത്തിലെ കൃതികൾ വായിക്കണം. ഞാൻ ഈ മലയാള ഭാഷയിൽ ഭരണഭാഷ മാത്രമല്ല പറഞ്ഞത്. മലയാളത്തിൽ ഇന്നിപ്പോൾ നടന്ന സർക്കാരിന്റെ ചടങ്ങിൽ പന്മന രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന ശരിയായ മലയാളത്തെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ഒരു പഴയ പ്രൊഫസർ അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ തെറ്റില്ലാത്ത മലയാളം, ശരിയും തെറ്റും, ശുദ്ധ മലയാളം. അദ്ദേഹത്തിന്റെ ഒരു പരിമിതിയുണ്ട്. ഞാൻ ആദ്യ കാലത്തൊക്കെ വിചാരിച്ചു ഇദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ നിന്നും ഭിന്നമായ ഒരു ടൈറ്റിൽ ഇട്ടുകൂടെ. തെറ്റില്ലാത്ത മലയാളം, തെറ്റും ശരിയും, ശുദ്ധ മലയാളം, എല്ലാത്തിനും ചില പദങ്ങൾ ആവർത്തിക്കും. അദ്ദേഹത്തിന്റെ പരിമിതിയല്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്ന മലയാളത്തെ പരിശുദ്ധമാക്കുക, സംശുദ്ധമാക്കുക, ശുദ്ധീകരിക്കുക എന്നാണ്. അപ്പൊ ആ വാക്കുകൾ ആവർത്തിക്കേണ്ടി വരും. തെറ്റില്ലാത്ത മലയാളമൊക്കെ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ലൈബ്രറി നമുക്ക് ഒരു ഗ്രന്ഥശാല വേണം. മലയാളത്തിന്റെ പൂർണ്ണമായി ഗ്രന്ഥശാല വേണം. ഗ്രന്ഥശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് ഇവിടെ വെച്ച് വായിക്കരുത്, വീട്ടിൽ കൊണ്ടുപോയി അവധി ദിവസങ്ങളിൽ വായിക്കണം. തെറ്റില്ലാത്ത മലയാളം കൂടെ ഉണ്ടാവും. നല്ല രസകരമായ കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. തെറ്റെങ്ങനെ വരുന്നു? തെറ്റ് ഒരുപാട് രസകരമായ തെറ്റുകൾ. പിന്നെ പഴയ അച്ഛന്റെ ഷർട്ട് കിട്ടിയെന്നൊക്കെ ആരാണ് പഴയത്? ഷർട്ടാണ് പഴയത്. പഴയ അച്ഛന്റെ ഷർട്ട് കിട്ടി, ഇന്നലെയാണ് കിട്ടിയത്. ഇന്നലെ കിട്ടിക്കളി. അപ്പോ ഇങ്ങനെ ഒരുപാടുണ്ട്. ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് മാത്രം വായിക്കേണ്ടതോ അതിനകത്തുണ്ട്. അപ്പോ അത്തരം പുസ്തകങ്ങൾ വായിക്കാം. ഭാഷയിലെ എഴുത്തുകാരെ വായിക്കാം. സാഹിത്യത്തിന്റെ, സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ വിശുദ്ധമായ വായു പ്രസരിക്കുന്നത് എഴുത്തുകാരാണ്. നദികളെ നിങ്ങൾ കാണാറില്ലേ? നദി ഒഴുകുകയാണ്. നദിയെക്കുറിച്ച് ഒരുപാട് കെട്ടുകഥകളുണ്ട്. നമുക്കൊരു നദിയിൽ ഒരു തവണയിൽ കൂടുതൽ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റില്ല, സ്പർശിക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ ഒഴുകിയ നദിയല്ല ഇന്നൊഴുകുന്നത്. നദി ഒരു പ്രവാഹമാണ്, നദി ഒരു ഒഴുക്കാണ്. ജലധാര ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ സ്പർശിച്ച ജലധാരയിലല്ല ഇപ്പോൾ സ്പർശിക്കുന്നത്. നിമിഷങ്ങളിലൂടെ, നിമിഷാന്തരങ്ങളിലൂടെ ജലമൊഴുകുകയാണ്. അനസ്യൂതമായ പ്രവാഹം, അനിർഗളമായ പ്രവാഹം. ആ വിധത്തിൽ ജലമൊഴുകുമ്പോൾ നദി ഒരു തുടർച്ചയായി ഒരു സംസ്കാരത്തിന്റെ നൈരന്തര്യമായി മാറുന്നു. നദിയെക്കുറിച്ച് പറയും. നദി ഒഴുകുമ്പോൾ ആ പ്രദേശത്തിലെ ഔഷധ വീര്യം മുഴുവൻ ആ നദിയുടെ ജലപ്രവാഹത്തിൽ കലരുന്നു. നദി ഒഴുകുന്നു. ആ നദിയിൽ ഇപ്പോൾ സഖ്യന്റെ ചുവട് പിടിച്ചു വരുന്ന നദി, ഔഷധ സസ്യങ്ങൾ വളർന്നു കിടക്കുന്ന മാമലകളിലൂടെ വരുന്ന നദി. ആ നദിയിൽ ഇറങ്ങുമ്പോൾ അതിൽ നിന്നെല്ലാം ഔഷധത്തിന്റെ ചാറുണ്ടല്ലോ, ഔഷധത്തിന്റെ സത്യമുണ്ടല്ലോ, അതെല്ലാം വേരുകളിലൂടെ, സിരകളിലൂടെ, ശിലാഫലകങ്ങളിലൂടെ ഒഴുകി ഈ നദിയുടെ ജലത്തിൽ ആ വെള്ളം മാത്രം എടുത്ത് കുടിച്ചാൽ മതി, അതിൽ കുളിച്ചാൽ മതി, അതിൽ മുഖം കഴുകിയാൽ മതി. എല്ലാ സുഖവും മാറി സ്വാസ്ഥ്യത്തിന്റെ തീരത്ത് നമ്മൾ എത്തുന്നതായി. അപ്പോൾ നദി എപ്രകാരമാണോ ആ പ്രദേശത്തിന്റെ ഔഷധ ഗുണം പ്രസരിപ്പിക്കുന്നത്, പ്രവഹിപ്പിക്കുന്നത്, അപ്രകാരം ഭാഷയും ഒരു നദിയാണ്, ഭാഷയും ഒരു ഒഴുക്കാണ്, ഭാഷയും ഒരു പ്രവാഹമാണ്. ഈ ഭാഷയുണ്ടല്ലോ, ഈ ഭാഷ അത് സംസാരിക്കുന്നവരുടെ സംസ്കാരത്തെ ദ്യോതിപ്പിക്കും. വളരെ ശ്രദ്ധിച്ചു വേണം ഭാഷ ഉപയോഗിക്കാൻ. അത് സംസാരിക്കുന്നവരുടെ സംസ്കാരം. നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും അയാളുടെ സംസ്കാരം എന്താണ്. അയാളുടെ ഉച്ചാരണത്തിൽ നിന്ന്, അയാളുടെ ചുണ്ടിന്റെ ചലനത്തിൽ നിന്ന്, അയാളുടെ ആ ഉച്ചാരണത്തിൽ ഉണ്ടാകുന്ന ശബ്ദ വ്യതിയാനങ്ങളിൽ നിന്ന്. ശബ്ദം, ഈ ശബ്ദമാണ് ആദ്യം ഉണ്ടായത്, അല്ലെ? ശബ്ദത്തിന് ജ്യോതിസിലായിട്ടുണ്ടെങ്കിൽ ദണ്ഡി പറഞ്ഞതാണ്
പ്രാചീന ആചാര്യനായ ദണ്ഡി പറഞ്ഞ ശബ്ദത്തിന് ജ്യോതിസിലായിരുന്നുവെങ്കിൽ ഈ ത്രിഭുവനങ്ങൾ ഈ 3 ലോകങ്ങൾ അന്ധകാരത്തിൽ അടിപ്പെട്ടു പോയതിനെ ദണ്ഡിയുടെ ചിന്തയാണ്. അപ്പോൾ ശബ്ദത്തിന് ജ്യോതിസ്, ശബ്ദത്തിന് പ്രകാശം, ശബ്ദത്തിന് തേജസ്. ശബ്ദത്തിൽ നിന്നാണ് പദങ്ങൾ വന്നത്, ശബ്ദത്തിൽ നിന്നാണ് വാക്കുകൾ വന്നത്. വാക്കുകളാണ് ഭാഷയുടെ പ്രകടമായ രൂപം. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദം സുന്ദരമായിരിക്കണം. അതുകൊണ്ടാണ് തമിഴിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്, മധുരമായി സംസാരിക്കുക, അല്ലേ? അൻപൈ പേശണം എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. മധുരമായി സംസാരിക്കണം, കൃത്യമായി സംസാരിക്കണം. പിന്നെ അവസാനം പറയുന്നത് പേശാതിരുന്നും പഴക് എന്നാണ്. സംസാരിക്കാൻ പാടില്ലാത്തവർക്ക് സംസാരിക്കാതിരിക്കുകയും വേണം. അതാണ് വിവേകം, അതാണ് സംസ്കാരം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശുദ്ധമായിരിക്കണം, ശുഭ്രമായിരിക്കണം. അത് മറ്റൊരാൾക്ക് കേൾക്കുന്ന മാത്രയിൽ തന്നെ ശ്രവണ സുഖത്തോടൊപ്പം ഹൃദയ സൗഖ്യവും മനോ സന്തോഷവും നൽകുന്നതായിരിക്കും. ഒന്നെന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ ഭാഷയിൽ വലിയ വ്യത്യാസം വരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നിന്നെ പ്രത്യാശിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ എഴുത്തുകാരെ ബഹുമാനിക്കും. ഞാൻ പറഞ്ഞു വന്നത്, മലയാളത്തിന്റെ സ്തംഭങ്ങളായ 2 എഴുത്തുകാരെയാണ് ഇന്നവിടെ ആദരിക്കാൻ തീരുമാനിച്ചത്. ഒന്ന്, വ്യാകരണ വീഥിയിലൂടെ കടന്നുപോയ മലയാള സാഹിത്യത്തിന്റെയും മലയാള ഭാഷയുടെയും വ്യാകരണ വീഥിയിലൂടെ രഥം നയിച്ചു കടന്നുപോയ പന്മന രവീന്ദ്രൻ നായർ. മറ്റൊന്ന് പ്രൊഫസർ എം ലീലാവതി, അറിയുമല്ലോ, മഹാരാജാസ് കോളേജിൽ നിറനിലാവ് പോലെ നിറസാന്നിധ്യമായിരുന്ന എം ലീലാവതി. വർണ്ണരാജി എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിന് സമ്മാനിച്ച എം ലീലാവതി. സാഹിത്യ നിരൂപകരിൽ സ്ത്രീകൾ ശ്രദ്ധേയരാകുന്നത് ആദ്യമായി ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന, ജനമനസ്സുകളിലേക്ക് തുറന്നുവിട്ട എം ലീലാവതി. അപ്പോൾ എഴുത്തുകാരെ നമ്മൾ ബഹുമാനിക്കും. തുടർന്നുള്ള യോഗങ്ങളിൽ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന മലയാളത്തിന്റെ എഴുത്തുകാരെ ബഹുമാനിച്ചുകൊണ്ടും അവരുടെ കൃതികൾ ചർച്ച ചെയ്തുകൊണ്ടും അവരുടെ കൃതികൾ വായിച്ചുകൊണ്ടും ഇവിടെ പുതിയ ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ നിങ്ങൾ അവധി ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടും ഒരു പുതിയ സംസ്കാരത്തിന്റെ തുടക്കം കുറിക്കുവാൻ ഈ നിമിഷം എന്റെ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, സഹീദന്റെ ദീർഘകാല സുഹൃത്താണ്. അദ്ദേഹം ഇങ്ങനെ ക്ഷണിച്ചപ്പോൾ മറ്റൊന്നും പറഞ്ഞില്ല. പക്ഷെ 11:30 മണി കഴിയുമെന്നേ പറഞ്ഞില്ല, യോഗാത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട്. അപ്പോൾ സഹീദ് വലിയൊരു ഭാഷാ സ്നേഹിയാണ്. അത് നേരത്തെ തന്നെ എനിക്ക് അറിയാവുന്നതാണ്. സഹീദിന്റെ ഒരു നേതൃത്വം നിങ്ങൾക്ക് കൂടുതൽ കരുത്തും ഊർജവും നൽകും എന്നുള്ളതിൽ സംശയമില്ല. നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറും അപ്രകാരത്തിൽ തന്നെ പ്രസന്നമായ അവതരണത്തോടെ, പ്രസന്നമായ സാന്നിധ്യത്തോടെ, സുപ്രസന്നമായ സാന്നിധ്യത്തോടെ നിങ്ങൾ ഉത്തേജിപ്പിക്കുന്നു. ഈ ധന്യ നിമിഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞത് ഏറ്റവും അധികം ചരിതാർത്ഥ്യജന്യമാണെന്ന് ഓർത്തുകൊണ്ട് ഇന്നത്തെ ഈ മലയാള ദിനാഘോഷങ്ങൾ ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു.